ഒരു നിമിഷം. ചില ദിവസങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോയെന്ന പോലെ തോന്നും. ഒരുപാട് ദുആകൾ ചെയ്തിട്ടും മാറ്റമൊന്നും കാണാത്തതുപോലെ, ശ്രമിച്ചിട്ടും ഫലം കാണാത്തതുപോലെ. അപ്പോൾ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലാഹു എന്നെ മറന്നോ? പക്ഷേ ഖുർആൻ നമ്മളോട് വ്യക്തമായി പറയുന്നു, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ മറക്കുന്നില്ല. നമ്മൾ കാണാത്ത രീതിയിൽ അവൻ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് അല്ല, നമ്മൾക്ക് ഏറ്റവും നല്ല സമയത്ത്. ചില ദുആകൾ ഉടൻ സ്വീകരിക്കപ്പെടും. ചിലത് നമ്മളിൽ നിന്ന് ഒരു വലിയ ദോഷം മാറ്റാനായി വൈകിപ്പിക്കപ്പെടും. ചിലത് ആഖിറത്തിലേക്ക് സംഭരിച്ചു വെക്കപ്പെടും. നമ്മൾ കാണുന്നത് ഇന്നത്തെ ബുദ്ധിമുട്ടാണ്. അല്ലാഹു കാണുന്നത് നമ്മളുടെ മുഴുവൻ ജീവിതമാണ്. അതിനാലാണ് അവൻ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർത്തിയിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ ശ്രമവും അല്ലാഹു കാണുന്നുണ്ട്. ആർക്കും കാണാത്ത ആ ദുആ, ആർക്കും അറിയാത്ത ആ കണ്ണീർ, ആർക്കും പറയാത്ത ആ വേദന എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ഒരു മുള്ളു തൊട്ടാലും അത് അവൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകാൻ കാരണമാകും. നമ്മൾ വെറുതെ സഹിക്കുന്നില്ല, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും വലിയതായി ചെയ്യണ്ട. ഒരു സജദ മതി, ഒരു ദുആ മതി, ഒരു യാ അല്ലാഹ് മതി. അല്ലാഹു നമ്മളോട് നോക്കുന്നത് ഫലമല്ല, നിയ്യത്താണ്. നമ്മൾ വീണ്ടും തിരിച്ചു വരുമോ എന്നതാണ്. വീണാലും വിട്ടുപോകാതെ തിരിച്ചു വരാനുള്ള ആ മനസ്സാണ് അവന് ഏറ്റവും ഇഷ്ടം. അതിനാൽ ഇന്ന് ജീവിതം കഠിനമാണെന്ന് തോന്നിയാൽ ഇത് ഒരു അവസാനമല്ല. ഇത് അല്ലാഹു നിങ്ങളെ ഒരു ഉയരത്തിലേക്ക് നയിക്കുന്ന ഇടവേളയാണ്. അല്ലാഹു നിങ്ങളെ മറന്നിട്ടില്ല. അവൻ നിങ്ങളെ തയ്യാറാക്കുകയാണ്, സബറോടെ, തവക്കുലോടെ. ഒരു നിമിഷം കൊണ്ടുപോലും അല്ലാഹു എല്ലാം മാറ്റാൻ കഴിവുള്ളവനാണ്. ഒരു നിമിഷം. വീണ്ടും കാണാം.